ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആൻ. ഞാൻ ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം, ഞാനിപ്പോൾ ജർമ്മനി വന്നിട്ട് 5 വർഷമായി. അപ്പോൾ അതിനിടെ തന്നെ എനിക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ട്. ചേച്ചി എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയത്, ചേച്ചി ജർമ്മനി ചെന്നിട്ടാണ് നേഴ്സിംഗ് പഠിച്ചത്, അത് നാട്ടിൽ നിന്നാണ് നേഴ്സിംഗ് പഠിച്ചത്, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ്, എവിടെയാണ് പഠിച്ചത്, അങ്ങനെ ഒത്തിരി എൻക്വയറീസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്നാണ് നഴ്സിംഗ് പഠിച്ചത്. അപ്പോൾ നഴ്സിംഗിന് ശേഷമാണ് കേട്ടോ ഞാൻ ജർമ്മൻ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ എബ്രോഡ് പോകുന്നതിനെ പറ്റി അങ്ങനെ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആക്ച്വലി വീട്ടുകാർ പറഞ്ഞു എബ്രോഡ് പോകാനായിട്ട്. ആ ഒരു ബേസിസിലാണ് ഞാനന്ന് ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നത്. അപ്പോൾ ഞാനത് കുഴപ്പമില്ല, കൂടുതലൊന്നും അന്വേഷിക്കാതെയാണ് ഞാൻ ആദ്യം തന്നെ ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നത്. അപ്പോൾ ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ OSD എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നമുക്ക് എറണാകുളത്ത്. അപ്പോൾ ഞാൻ അവിടെയാണ്, അത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു അങ്കിളിൻ്റെ ഒരു ഫ്രണ്ട് വഴിയിട്ടാണ് ഞാൻ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയണത്. അപ്പോൾ നമുക്കങ്ങനെ നാട്ടിൽ ഒത്തിരി OSD ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഇല്ല. ട്രിവാൻഡ്രത്ത് ഒരെണ്ണം, എറണാകുളത്ത് ഒരെണ്ണം, ആ രീതിയിലാണ് അന്ന് OSDയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളത്. അപ്പോൾ അത് ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ആക്ച്വലി എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്ന് ലൈസൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്ത് ജർമ്മൻ പഠിക്കുന്നത്. എന്നെ പോലെ ഒത്തിരി പിള്ളേർ അന്ന് അവിടെ ജർമ്മൻ പഠിക്കുന്നുണ്ട്. എങ്ങനെയോ A1 കഴിഞ്ഞു. A1 കൂടെ ഞങ്ങൾക്ക് അന്ന് OSDയുടെ എക്സാം എഴുതാൻ പറ്റി. ഞങ്ങൾ എക്സാം എഴുതി ട്രിവാൻഡ്രത്ത് പോയിട്ടാണ്. അപ്പോൾ അപ്പോഴേക്കും ഒരു പറച്ചിൽ ഞങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ട്, ഇതിൻ്റെ ലൈസൻസ് ഓൾറെഡി പോയിരിക്കുകയാണ്, നമുക്കിത് എത്ര വരെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന അറിയില്ല എന്നൊക്കെ ഒരു പറച്ചിലുണ്ടെങ്കിൽ നമ്മളത് വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ A1ൻ്റെ എക്സാം എഴുതിയല്ലോ. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ നമ്മൾ പിന്നെയും പഠിച്ച് പോവുകയാണ്. കാരണം നമ്മളവിടെ സാറിനോടൊക്കെ ചോദിക്കുമ്പോൾ പറയണു അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ A2ൻ്റെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് A2ൻ്റെ എക്സാം ആവണില്ല. ഞങ്ങൾക്ക് A1 1 മന്ത് കൊണ്ടാണ് അവർ തീർത്തു തന്നത്. അപ്പോൾ അതുപോലെ തന്നെ A2 1 മന്താണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ A2 1 മന്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്ത് എക്സാമിന് ഒരു ഡേറ്റ് എടുത്ത് തരണില്ല. അങ്ങനെ നീണ്ട് ഞങ്ങളുടെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പറ്റി, നമുക്ക് ഉറപ്പായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരോ പിള്ളേരായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഏകദേശം റിയാലിറ്റി മനസ്സിലായി. ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, സാറിന് ഓൾറെഡി ലൈസൻസ് പോയിട്ട് ഒത്തിരി നാളായി, അത് പറയാണ്ടാണ് സാറ് പിന്നെയും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ സമയം ഇത്രയും വേസ്റ്റായി, പൈസയും പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് പറ്റിക്കപ്പെടാൻ പറ്റില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ എന്തായാലും പഠിക്കില്ല. ഞാൻ തീരുമാനിച്ചു ഗോയത്തെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എറണാകുളം ഗോയത്തിൽ ആദ്യം അപ്ലൈ ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എറണാകുളം ഗോയത്തെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എറണാകുളം ഗോയത്തിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എറണാകുളത്ത് സീറ്റില്ല, നമുക്ക് ട്രിവാൻഡ്രത്തും സീറ്റില്ല. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അവർ പറയുന്നത്. ഞാൻ പിന്നെയും ഒരു 3-4 മാസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ടൈം ഒത്തിരി പോയി, ഇനിയും എനിക്ക് സമയം കളയാനില്ല. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചു. അപ്പോൾ ഞാൻ അറിയുന്ന ഒരു ഫാദർ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ പഠിച്ചത് പൂനെ ഗോയത്തിലാണ്, അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പൂനെ ഗോയത്തിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞ ഒരു ഇതിൽ എനിക്ക് അന്നേരം ഹിന്ദി അറിയത്തില്ല കാര്യമായിട്ടൊന്നും. അപ്പോൾ ഞാൻ കേരളത്തിന് പുറത്ത് പോലും പോയിട്ടില്ല. ആക്ച്വലി എനിക്ക് കേരളത്തിന് പുറത്ത് പോയി പഠിക്കാനൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. ഞാൻ നഴ്സിംഗ് പഠിച്ചത് പോലും കേരളത്തിൽ തന്നെയാണ്. അന്നേ എനിക്ക് കേരളത്തിന് പുറത്ത് പോകാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറൊരു വഴി മുന്നിലില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു, എന്നാൽ പിന്നെ പൂനെ ഗോയത്തിൽ അപ്ലൈ ചെയ്ത് നോക്കാം. കാരണം എനിക്ക് വേറെ ഒരു വഴി എൻ്റെ മുന്നിലില്ല. രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് പൂനെ ഗോയത്തിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും ഒരു കോമ്പറ്റീഷൻ ലെവലിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പൂനെ ഗോയത്തെ. ബാക്കിയുള്ള ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രൊഫഷണൽ ടീച്ചേഴ്സാണ് അവിടെ പഠിപ്പിക്കുന്നത്. അവർക്ക് ഒത്തിരി എന്താ പറയുക ട്രെയിനിങ്ങും കാര്യങ്ങളും, ജർമ്മനി വന്ന ട്രെയിനിങ്ങും, അങ്ങനെ ഒത്തിരി ട്രെയിനിങ് കിട്ടിയ ടീച്ചേഴ്സാണ് പൂനെ ഗോയത്തെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട്. അപ്പോൾ എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ ഒരു ടൈമിൽ അവർക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്തു, ഒരു ബാച്ചിന് പകരം സാധാരണ 1-2 ബാച്ചൊക്കെയാണ് അവിടെ ഉണ്ടാവാറുള്ളൂ. അന്ന് അവർ എക്സ്ട്രാ ഒരു ബാച്ചും കൂടെ, അത്രയും കൂടുതൽ കുട്ടികൾ അവിടെ അപ്ലൈ ചെയ്തതുകൊണ്ട് അവർ ഒരു ബാച്ചും കൂടെ അന്ന് ഓപ്പൺ ചെയ്തു. അങ്ങനെ എനിക്ക് മെയിൽ വന്നു. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് മെയിൽ വന്നു. എനിക്ക് മെയിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം അവിടെ ക്ലാസ് തുടങ്ങും. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് പിറ്റേ ദിവസം ഞാൻ തൽക്കാലം എടുത്ത് ഞാൻ പൂനെക്ക് കയറി. അങ്ങനെ അവിടെ പൂനെ ഗോയത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ത് ഭംഗിയായിട്ടാണ് ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത് അപ്പോഴാണ്. കാരണം എന്നാ പറയാ, നമുക്ക് ഓരോ വേർഡ്സും ഓരോ സെന്റൻസസും നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ ഓരോരോ കളികൾ, ഗെയിംസ് ആയിട്ടും അങ്ങനെ നമ്മളെ എങ്ങനെ നമ്മുടെ മനസ്സിലത് പതിയും ആ ഒരു രീതിയിലാണ് അവർ ജർമ്മൻ പഠിപ്പിക്കുന്നത്. ആക്ച്വലി A1 കഴിഞ്ഞപ്പോഴേക്ക് എന്നെ അത്യാവശ്യം എനിക്ക് ബേസിക് സെന്റൻസസ് ഒക്കെ സംസാരിക്കാറായി. ഞാനിവിടെ OSDയിൽ ജർമ്മൻ പഠിച്ചപ്പോൾ A1 കഴിഞ്ഞ് ഞാൻ 8 തുടങ്ങിയ ആളാണ്. എനിക്ക് യാതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയോ പോയി എക്സാം എഴുതി എങ്ങനെയോ ആ A1 അന്ന് കഷ്ടി ജയിച്ചു, അത്രയും മാത്രം. അല്ലാതെ എനിക്ക് ജർമ്മൻ എന്താണെന്ന് പോലും മനസ്സിലായില്ല. ശരിക്കും ഗോയത്തെ ചേർന്ന് പഠിച്ചപ്പോഴാണ് എനിക്ക് ജർമ്മൻ എന്താണ്, ജർമ്മൻ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു ഐഡിയ എനിക്ക് അന്ന് കിട്ടിയത് അങ്ങനെയാണ്. ഇപ്പം ഞാനിത് പറഞ്ഞതെന്ന് കരുതിയിട്ട് നിങ്ങൾ ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പോയി പഠിക്കണം എന്നല്ല കേട്ടോ. ഇപ്പോൾ അതൊക്കെ ഒത്തിരി മാറി. ഇപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഗോയത്തെയും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും, കൂടുതൽ ട്രെയിനിങ് കിട്ടിയ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ C1 C2 കംപ്ലീറ്റ് ടീച്ചേഴ്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. അതേസമയം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയ കുട്ടികളും പഠിപ്പിക്കുന്നുണ്ടാകും. പക്ഷേ എന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് B2 ശേഷം. അപ്പോൾ അവർ നന്നായി പഠിപ്പിക്കും. ആര് പഠിപ്പിച്ചു എങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതല്ലാട്ടോ കാര്യം. നമുക്ക് യൂട്യൂബിൽ നോക്കി ആയാലും
ശരിക്കും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു ഗൈഡൻസ് എന്തായാലും നമുക്ക് വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ OSD പഠിച്ചപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒത്തിരി എഫോർട്ടൊന്നും ഇടാൻ തയ്യാറായില്ല. കാരണം അന്നേരം ഞാനിത് എങ്ങനെയെങ്കിലും ജർമ്മനിക്ക് എത്താൻ വേണ്ടി കരുതിയല്ല ഞാൻ അന്ന് പഠിച്ചത്. അതും കഴിഞ്ഞ് എൻ്റെ സമയം പോയി പൈസ എല്ലാം പോയപ്പോഴാണ് എനിക്ക് തന്നെ ഒരു ഉൾവിളി ഉണ്ടായത്. എങ്ങനെയെങ്കിലും ഇത്രയും എൻ്റെ ടൈം പോയി, ഇത്രയും എൻ്റെ പൈസ പോയി, അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ നേടിയെടുക്കണം എന്നൊരു ലെവലിലോട്ട് ഞാൻ ആയത് അപ്പോഴാണ്. എന്തായാലും അങ്ങനെ പൂനെ ഗോവയിൽ ഞാൻ നന്നായി കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചു. അപ്പം നമുക്ക് കൂടുതൽ മലയാളികളൊന്നും ഇല്ല അവിടെ, കൂടുതലും നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്. അങ്ങനെ അവർ ക്ലാസ് കംപ്ലീറ്റ് ജർമ്മനി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. നമുക്ക് അവർ ഇംഗ്ലീഷിൽ ലെക്ചർ ചെയ്ത് തരുമോ അല്ലെങ്കിൽ മലയാളത്തിൽ ലെക്ചർ ചെയ്ത് തരാനൊന്നും അവിടെ ആരുമില്ല. അവർ കംപ്ലീറ്റ് ക്ലാസ്, കംപ്ലീറ്റ് ജർമ്മൻ A1 to B2 അവർ ജർമ്മനി തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ എന്താണ് അത് ചെയ്തതെന്ന് വെച്ചാൽ, കാരണം എനിക്ക് ക്ലാസ്സിൽ പോയിട്ട് ആർട്ടി കെട്ടുന്ന പകുതി വേർഡ്സിൻ്റെ മീനിങ് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ നാളെ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് ഞാൻ തലേദിവസം തന്നെ ഞാൻ അതിൻ്റെ അടുത്ത ചാപ്റ്റർ ഏതാണോ അത് നോക്കി ഞാൻ അതെല്ലാം വായിച്ച് അതിൻ്റെ മീനിങ്സ് എല്ലാം കണ്ടുപിടിച്ച് അവിടെ ഞാൻ എഴുതി വെക്കും. അപ്പോൾ പിറ്റേ ദിവസം ടീച്ചർ എന്താണ് പഠിപ്പിക്കുന്നത് എനിക്ക് പെട്ടെന്ന് അതപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം അപ്പോൾ എനിക്ക് ആ വേർഡ്സിൻ്റെ മീനിങ് എൻ്റെ മുന്നിൽ തന്നെയുണ്ട്. എനിക്കത് ടീച്ചർ എത്ര സ്പീഡിൽ പറഞ്ഞു പോയാലും എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് പഠിച്ചപ്പോൾ ഞാൻ ശരിക്കും ഒരു ലെവൽ മുന്നേ എത്തിയെന്ന് തന്നെ പറയാം. അത്ര പെട്ടെന്ന് എനിക്ക് ലാംഗ്വേജ് അന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ B2 വരെ പഠിച്ചത്. അങ്ങനെ എൻ്റെ B2 കഴിഞ്ഞു. കറക്റ്റ് B2 ഒക്കെ കഴിഞ്ഞ് B2 പാസ്സായിരിക്കുമ്പോഴാണ് നമ്മുടെ കൊറോണയുടെ സമയം വന്നത്. അതോടുകൂടി പിന്നെ പേപ്പർ വർക്ക് എല്ലാം അവിടെ സ്റ്റക്കായി. അപ്പം അങ്ങനെ ഒത്തിരി സ്ട്രഗിൾസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ജർമ്മനിയിൽ എത്തിയത്. അപ്പോൾ ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പുതിയൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളൊരു പുതിയ നാട്ടിലോട്ട് പോകാൻ നോക്കുമ്പോൾ, എബ്രോഡ് പോകാൻ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി പരീക്ഷണങ്ങൾ, ഒത്തിരി സ്ട്രഗിൾസ് നമ്മുടെ മുന്നിലുണ്ടാവും. നമ്മൾ അതിലൊന്നും തളരാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. അവസാനം നമ്മൾ എത്തും. അപ്പോൾ നമ്മൾ ഒരു സ്ട്രഗിൾ വന്നു എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാം. അങ്ങനെ കൊറോണ ടൈം വന്നു. അങ്ങനെ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം അവിടെ തന്നെ ഇതായി. ഞാനപ്പോൾ ഒരു അച്ഛൻ വഴിയാണ് കേട്ടോ ഞാനപ്പോൾ ജർമ്മനിക്ക് വരാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ പേപ്പർ വർക്ക് തുടങ്ങി വെച്ചത് അങ്ങനെ നിന്നുപോയി. പിന്നെ നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ഒത്തിരി വെയിറ്റിംഗ് ആയി പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജർമ്മൻ പഠിപ്പിക്കുമായിരുന്നു. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിൽ ഞാൻ പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ തന്നെ ഒരു ട്യൂഷൻ പോലെ ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ജർമ്മൻ എടുത്തു. അങ്ങനെയൊക്കെ അതിനിടയ്ക്ക് ഒരു 2-3 മാസമൊക്കെ പഠിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് കൊറോണയുടെ ഒക്കെ ഏകദേശം ഒരു ശമനമായി. നമുക്ക് ഇങ്ങോട്ട് ഫ്ലൈറ്റ് എല്ലാം ഓപ്പൺ ആയി തുടങ്ങി. എംബസിയിൽ ഡേറ്റ്സ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിനകത്തും ഭയങ്കര കോമ്പറ്റീഷനാണ്. നമുക്ക് ഡേറ്റ് കിട്ടാൻ യാതൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ ഒത്തിരി നാൾ വെയിറ്റ് ചെയ്തിട്ടാണ്, ഒത്തിരി നാളെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഓപ്പൺ ആയതിനു ശേഷം തന്നെ ഞാനൊരു 5-6 മാസമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു സ്ലോട്ട് കിട്ടാനായിട്ട് എംബസിയിൽ. അങ്ങനെ എനിക്ക് സ്ലോട്ട് കിട്ടി. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാനൊരു ജനുവരി 31 ഞാൻ ജർമ്മനിയിൽ എത്തുവാണ്. 30 ഞാൻ അവിടെ നിന്ന് പോകുന്നു. 31 ഞാൻ ജർമ്മനിയിൽ എത്തിയത്. അപ്പോൾ ഞാൻ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടുത്തെ, ഞാൻ ഈ ജർമ്മനിയിൽ വന്നത് ഞാൻ റൈൻലാൻഡ് എന്ന് പറയണേ ഒരു സ്റ്റേറ്റിലോട്ടാണ് ഞാൻ വന്നത്. ഇവിടുത്തെ രീതി അനുസരിച്ച് ഇവിടെ നമ്മൾ അനർക്കനും ചെയ്യണം. 6 മാസമായിരുന്നു അന്ന് 6 മാസം അനർക്കനും ചെയ്യുവാണെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ RN ആയിട്ട് വർക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ അതൊക്കെ ഇപ്പോൾ മാറി കേട്ടോ. ഇപ്പോൾ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ പല ഹോസ്പിറ്റലുകളിലും 6 മാസത്തിനുള്ളിൽ ഇപ്പോൾ 12-13 മാസമൊക്കെ ആയി വന്നിട്ടുണ്ട്. അവർ 9 മാസമാക്കി, 13 മാസമാക്കി. അത് ഓരോ ഡിപ്പെൻസ് ഓൺ ഹോസ്പിറ്റൽ അനുസരിച്ച് മാറ്റമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ സ്റ്റേറ്റിൽ വന്നതുകൊണ്ടാണ് എനിക്ക് അനർക്കനും ചെയ്യേണ്ടി വന്നത്. അതേ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഡയറക്റ്റ് RN ആയിട്ട് തന്നെ, നാട്ടിലൊരു എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ നാട്ടിൽ നാട്ടിൽ നിന്ന് RN ആയിട്ട് തന്നെ ജർമ്മനി വന്ന് നഴ്സായിട്ട് ഡയറക്റ്റ് വർക്ക് ചെയ്ത ഫ്രണ്ട്സ് എനിക്കുണ്ട്. അതും കൂടാതെ കെൻഡനസി പ്രൂഫും ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്ത് അത് പാസ്സായിട്ട് നഴ്സായ ഫ്രണ്ട്സും എനിക്കുണ്ട്. ഇപ്പം നമ്മൾ അനർക്കനം ചെയ്യുന്ന സമയത്ത് നമുക്ക് സാലറി കിട്ടും കേട്ടോ. നമുക്ക് ഫുൾ സാലറി അല്ല, നമുക്ക് അവർ അതിനനുസരിച്ച് ഒരു പെർസെൻറ്റേജ് സാലറി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഉത്തരവാദിത്തം എടുക്കേണ്ടതെന്ന് മാത്രം. നമ്മളിവിടെ വന്ന് നമ്മൾ വാർഡിൽ നമ്മൾ വിടും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 3 മാസം ഒരു വാർഡിൽ, പിറ്റേ 3 മാസം വേറൊരു വാർഡിൽ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ രീതി. അപ്പോൾ ആദ്യത്തെ 3 മാസം ഒരു വാർഡിൽ വർക്ക് ചെയ്തു, പിന്നത്തെ 3 മാസം വേറെ വാർഡിൽ വർക്ക് ചെയ്തു. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് വാർഡ് വേണമെന്ന്. അതുപോലെ തന്നെ നമുക്ക് എക്സാം ഞങ്ങൾക്ക് വരുന്നത് വെച്ചാൽ നമുക്ക് റൈറ്റിംഗ് എക്സാം അല്ല, ഞങ്ങൾക്ക് മ്യൂണ്ടലിഷ് ആയിട്ട്, അതായത് നമുക്ക് സ്പീക്കിംഗ് പോലത്തെ ഒരു എക്സാമാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ജർമ്മൻ ഉർക്കുണ്ട് രജിസ്ട്രേഷൻ കിട്ടും. നമുക്ക് ഉർക്കുണ്ട് എന്ന് വെച്ചാൽ ജർമ്മൻ രജിസ്ട്രേഷനാണ്. അപ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ RN ആവുന്നത് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു കാര്യത്തിനാണെങ്കിൽ പോലും ഇപ്പം സ്റ്റേറ്റ് അനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സ്ട്രഗിൾസിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വന്ന സമയത്ത് കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിന് അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഫുള്ളായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ടായിരുന്നില്ല ഹോസ്റ്റലിൽ. അപ്പോൾ അവർ തന്നെ നമുക്ക് പിന്നെ പുറത്തൊരു വീട്ടിൽ നമുക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ നമ്മൾ അവിടെ താമസിച്ചു. ഞങ്ങൾക്ക് അന്നേരം അവർ പ്രൊവൈഡ് ചെയ്ത ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത വീട്ടിൽ അവിടുത്തെ ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങാത്തതിൻ്റെ പേരിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ഞങ്ങൾ അങ്ങനെ ഒരു വീട്, 2 വീട്, 3 വീട്, അങ്ങനെ ഒത്തിരി വീടുകൾ മാറിയാണ് ഞങ്ങൾ അന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് പോയത്. ലാസ്റ്റ് ഞങ്ങൾക്ക് ഏകദേശം ഒരു കൊല്ലത്തോളം അല്ല കേട്ടോ, സോറി, ഒരു 2-3 മന്ത്സിന് ശേഷം, 3 or 4 മന്ത്സിന് ശേഷമാണ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത വീട്ടിലോട്ട് നമുക്ക് സ്റ്റേ റെഡി ആയത്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. കുറേ വീടുകൾ ഞങ്ങൾ കയറി ഇറങ്ങി നടന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഇവിടെ പിടിച്ചു നിന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്വന്തം അക്കോമഡേഷൻ ആയി. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ അനർക്കനൊക്കെ ഏകദേശം തീരാറായി. അങ്ങനെ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് RN ആയി.
അപ്പോൾ നമ്മൾ ഈ അനർക്കന സമയത്ത്, അതായത് നമ്മൾ പ്രാക്ടിക്കം എന്നും കൂടെ പറയും, നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാമെന്നും കൂടെ പറയും. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. നമ്മളെ അസൈൻ ചെയ്യുന്ന വാർഡിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ ഓരോ ജോലികൾ എങ്ങനെയാണ് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ കണ്ടു പഠിക്കുന്നു. നമ്മൾ ഒരു സ്റ്റാഫിന്റെ കൂടെ നമ്മളെ വിടും. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്നാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു കണക്കിന് നമുക്കത് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് കൂടുതൽ സ്ട്രെസ് ഒന്നും ഇല്ലാതെ നമുക്ക് അവിടുത്തെ പണി പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ്, നമുക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത് മസ്റ്റ് അല്ല ജർമ്മനിക്ക് വരാനായിട്ട്. ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസിന് വേണ്ടി നിന്ന് വെറുതെ സമയം കളയരുത്. നിങ്ങൾ ഉള്ള നേരത്തെ കയറി വരാൻ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം ഇംഗ്ലീഷ് കൺട്രീസ് ഒക്കെ ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയാണ്. അപ്പോൾ ഉള്ള നേരത്തെ കയറി വന്നാൽ കയറി പറ്റാം. നമുക്കറിയില്ല ഇതൊക്കെ എത്ര കാലം ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്ന് ഇത് ക്ലോസ് ആവും, ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഉള്ള നേരത്തെ കയറി വരാൻ നോക്കാം, സമയം കളയാതെ. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അയ്യോ ഞാൻ എങ്ങനെ എന്ത് ജോലി ചെയ്യും, അങ്ങനെയൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ ഒരു നഴ്സ് ലെവലിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ചെയ്യാനില്ല. ഇവര് കൂടുതൽ നഴ്സസ് ഇവിടെ കെയർ ഓറിയന്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ നിങ്ങൾക്ക് ഒരു ക്യാനിൽ ഇടാൻ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ അതൊക്കെ കൂടുതൽ ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ്. ഇനി ഇൻ കേസ് ഡോക്ടേഴ്സ് ഇല്ലാത്ത സമയത്ത് നമ്മൾ നമ്മുടെ ഓൺ റിസ്കിൽ നമുക്ക് ക്യാനിൽ ഇടാൻ പറ്റുമെങ്കിൽ മാത്രം നമുക്ക് ഇട്ടാൽ മതി. നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ഇനി ക്യാനിൽ ഇടാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ ഞാനൊരു നേഴ്സിൽ ക്യാനിൽ ഇട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ എന്നോർത്ത് നിങ്ങൾക്ക് ഇട്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ ഇവിടെ അതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അത് ഇടണ്ട എന്നാണെങ്കിൽ പോലും പ്രശ്നമില്ല. അത് ഞാനിത് ഞാൻ എക്സാമ്പിളായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പണി അറിയത്തില്ലേ, ഞാനിവിടെ വന്ന് എന്ത് ചെയ്യുന്നു ഓർത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് എടുത്ത് സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾ ഉള്ള വണ്ടിക്ക് കയറി പോരാൻ നോക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉള്ള സമയത്ത് കയറി പറ്റാം. കാരണം നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണല്ലോ എബ്രോഡ് വന്ന് ജോലി ചെയ്യുക, 10 പൈസ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ആ സ്വപ്നം ക്യാച്ച് ചെയ്യാൻ നോക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇൻ കേസ് +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജർമ്മനി വന്ന് നഴ്സിംഗ് പഠിക്കണം എന്നുള്ള പിള്ളേരാണെങ്കിലും നിങ്ങൾ കയറി പോരെ, ധൈര്യമായിട്ട് കയറി പോരെ. ഇവിടെ വന്ന് നിങ്ങൾ നഴ്സിംഗ് പഠിച്ചോ, നിങ്ങൾ ജോലി ചെയ്തോ. ഇനി അങ്ങനെ ചെയ്തെന്ന് കരുതി പ്രശ്നമൊന്നുമില്ല. ഇനി നാട്ടിലെ ഡിഗ്രി തന്നെ പഠിക്കണം, 4 കൊല്ലത്തെ കോഴ്സ് പഠിക്കണം, എനിക്ക് ആ ഒരു വില വേണം, എനിക്ക് വേറെ കൺട്രീസിൽ നാളെ ഒരിക്കലും ഇംഗ്ലീഷ് കൺട്രിയിലോട്ട് മാറണം, അങ്ങനെയൊക്കെ ജോലി ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നാട്ടിൽ തന്നെ പഠിച്ചിട്ട് പോരെ. ഇനി അതല്ല, എനിക്ക് ജർമ്മനി തന്നെ ജോലി ചെയ്താൽ മതി, ജർമ്മനിയിലെ നഴ്സിംഗ് ഡിഗ്രി മതി എന്നുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് നഴ്സിംഗ് പഠിച്ചാലും മതി. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അങ്ങനെ അനർക്കനും കഴിഞ്ഞ് ഞാൻ അങ്ങനെ RN ആയി. അപ്പോൾ വന്ന സമയത്ത് ലാംഗ്വേജിന്റെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. തീർച്ചയായും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ജർമ്മൻ പഠിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് പഠിക്കാം, ഹാർഡ് വർക്ക് ചെയ്യാം. പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണോ ചേച്ചി, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് എങ്ങനെയാണെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അന്ന് വെച്ച് നിങ്ങൾക്കത് പറ്റായിക്കൊന്നുമില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷാണോ ജർമ്മനാണോ ഈസി എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെയാണ് ഈസി. കാരണം ഇംഗ്ലീഷാണ് നമ്മൾ എത്ര മലയാളം സംസാരിക്കുന്നവരാണെന്ന് പറഞ്ഞാലും നമ്മളിതിനകത്ത് ഒരു സെന്റൻസ് പറയാൻ 1-2 വേർഡ് നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്ത് വളർന്നു വന്നാൽ നമുക്ക് ഇംഗ്ലീഷ് തന്നെയാണ് എപ്പോഴും ഈസി. എന്ന് വെച്ച് ജർമ്മൻ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. ജർമ്മൻ പഠിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിയൊന്നും വേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കാനും, അതുപോലെ റെഫർ ചെയ്ത് കൂടുതൽ ഗ്രാമർ പഠിക്കാനും സെന്റൻസ് ഫോർമേഷൻ പഠിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഓർത്ത് ആരും വറി ചെയ്യണ്ട. പഠിക്കാനായിട്ട് വില്ലുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇവിടെ വരുമ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇതാണല്ലോ. ഇവിടെ വരുമ്പോൾ ജർമ്മൻ എങ്ങനെയാണ്, ജർമ്മൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ, നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബുദ്ധിമുട്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു മാസം ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ 1 കൊല്ലം ഗ്യാപ്പ് വന്നു, ഞാൻ ഇടയ്ക്ക് പഠിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഗ്യാപ്പ് വന്നു, പേപ്പർ വർക്ക് തുടങ്ങിയോടുകൂടി ഞാൻ പഠിപ്പിക്കലൊക്കെ നിർത്തി. അപ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് കിളി പോയൊരവസ്ഥയായിരുന്നു ആദ്യത്തെ ആ ഒരു മാസത്തോളമൊക്കെ ഏകദേശം. അത് കഴിഞ്ഞ് പതിയെ ആ ലാംഗ്വേജ് ലെവലിൽ ഇമ്പ്രൂവ് ആയി വന്നു. അപ്പോൾ ഞാൻ പ്രാക്ടിക്കം ചെയ്തത്, ഞാൻ ഈ അനർക്കന് ചെയ്തത് നോർമൽ വാർഡിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്ക് ഇൻറ്റൻസീവിലോട്ടേക്ക് കയറാൻ പറ്റി. എനിക്കൊരു ഇൻറ്റൻസീവ് എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ തന്നെ എനിക്ക് ഇൻറ്റൻസീവിൽ ഇവിടെ എന്നെ ഇൻറ്റൻസീവിലോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡയറക്റ്റ് ഇൻറ്റൻസീവ് സ്റ്റേഷനിൽ ഞാൻ വർക്ക് ചെയ്തു. അപ്പം എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെയാണെന്ന് ഓർക്കണം നിങ്ങൾ. ഞാൻ ആ ഇൻറ്റൻസീവിൽ പോലും വർക്ക് ചെയ്തത്. കാര്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും, നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്കിവിടെ ഐനാർബൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ ഒരു പുതിയ വാർഡിൽ ചെല്ലുവാണ്, അല്ലെങ്കിൽ പുതിയൊരു ഹോസ്പിറ്റലിൽ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം നമുക്ക് ഐനാർബൈറ്റിംഗ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരാളുടെ കൂടെ വിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ ഒരു ഇച്ചിരി സമയം തരും. ആ സമയത്തിനുള്ളിൽ നമുക്കിതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുകയാണ്, നാട്ടിലെ എക്സ്പീരിയൻസ് നിങ്ങൾ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ജർമ്മനിക്ക് വരാനായിട്ട് എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമില്ല. അവർക്ക് ഇവിടെ ആകെ ആവശ്യമുള്ളത് ഒരു B2 സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അങ്ങനെ ഞാൻ ഇൻറ്റൻസീവിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇൻറ്റൻസീവ് മടുത്തു. ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റാറ്റ്സിയോൺ മാറി കേട്ടോ. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് B2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിക്ക് വരാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ജേണി. ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയത്, ഇതായിരുന്നു എൻ്റെ ഒരു ജേണി.
പിന്നെ ലാംഗ്വേജിന്റെ കാര്യം ഞാൻ അപ്പോൾ പറഞ്ഞു വന്നത് ആദ്യത്തെ ഒരു മാസം 2 മാസം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഒരു 3 മന്ത്സോട് കൂടി എനിക്ക് ആ ലാംഗ്വേജിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറി ഏകദേശം. എന്നെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർ വെച്ച് ഡിപ്പെൻഡ് ആണ്. പലർക്ക് ചിലർക്ക് സമയം എടുക്കും, ചിലർക്ക് കുറച്ച് സമയം എടുക്കും, ചിലർ 2 ആഴ്ച കൊണ്ട് ശരിയാവണം, ചിലപ്പോൾ ചിലർക്ക് 6 മാസം വേണ്ടി വരും. അതൊക്കെ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏകദേശം ഒരു 3 മാസം കൊണ്ട് ലാംഗ്വേജ് ഏകദേശം ഓക്കെ ആയി. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ലാംഗ്വേജ് കംപ്ലീറ്റ് ഓക്കെ ആയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കംപ്ലീറ്റ് ഞാൻ ഓക്കെ ആയിട്ടില്ല എന്ന് തന്നെ പറയും. ഞാനിപ്പോൾ ജർമ്മനി വന്ന് 5 കൊല്ലമായി. എന്നാൽ പോലും ഇവരുടേതായ ഒരു ആൾട്ടാക് ഡോയ്ഷ്, ഇവരുടെ ഒരു ഡിയലക്ട് കാര്യങ്ങൾ കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഇവര് സ്പീഡിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും പല സമയത്തും പല ബുദ്ധിമുട്ടുകളും തോന്നാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം ഇവർ എന്താണ് പറയുന്നത് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും, നമുക്കത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, നമുക്കോട് ജീവിച്ച് പോകാനുള്ള നല്ല രീതിയിൽ നമുക്ക് പറ്റും കേട്ടോ. എല്ലാം ഒന്നും ഇപ്പൊ കട്ടയായിട്ട് ഇവർ പറയുന്ന കാര്യം ഇവർ ചിലപ്പോൾ ബേസിക് ജസ്റ്റ് ഒരു നോർമൽ ബേസിക് സെന്റൻസ് പറയാൻ പറയുന്നത് ഇവർ ചിലപ്പോൾ ഇങ്ങനെ പറയാം, നമ്മളിങ്ങനെ വളഞ്ഞു ചുറ്റി മൂക്കി പിടിക്കാന്ന് പറയില്ലേ, ആ രീതിയിലും ഇവർ സംസാരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവർ കൊളീഗ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണം അതൊക്കെ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നാറ്, നമുക്ക് പലതും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാതെ പോകും. അതിനാണ് ആൾട്ടാക് ഡോയ്ഷ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നല്ലാതെ നമ്മളത് ശരിയായി വരും. അത്യാവശ്യം ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം 1 ഇയറിനുള്ളിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ ഓക്കെ ആയി വരും. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അപ്പൊ ഇതായിരുന്നു എന്റെ ജേണി. ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയെന്നുള്ള ജേണിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ജർമ്മനിയിൽ വരുന്നതിനെ പറ്റി അല്ലെങ്കിൽ നഴ്സിംഗ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു ജർമ്മൻ എങ്ങനെ പഠിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ബേസിസിൽ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.